വചന ശുശ്രൂഷയ്ക്കായിട്ട് ബ്രദർ ജോർജ് ചാക്കോയേഷൻ. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. തുടർന്നുള്ള സമയത്തെ തിരുവചന ചിന്തയ്ക്ക്, തിരുവചന ധ്യാനത്തിന് ആധാരമായിട്ട് ഒരു വേദഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിലെ 14 മുതലുള്ള വാക്യങ്ങൾ. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിലെ 14 മുതലുള്ള വാക്യങ്ങൾ. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണമെന്നും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാൻ പ്രാപ്തരാകുകയും ദൈവത്തിന്റെ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം അറിവാൻ പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോടും നിറഞ്ഞു വരികയും ചെയ്യണമെന്നും പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ഓർത്തുകൊണ്ടിരിക്കേണ്ട അനേക ആത്മീയ സത്യങ്ങൾ ഈ വേദഭാഗത്ത് ദൈവാത്മാവ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ വേദഭാഗത്തിന്റെ പ്രാരംഭം ശ്രദ്ധിച്ചാൽ അറിയാം, നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വത്തിന് സ്ഥാനം കൊടുത്ത് ദൈവത്തിന്റെ മഹത്വം അറിഞ്ഞ് വളരെ ഭയഭക്തിയോടെ പ്രാർത്ഥിക്കണമെന്നാണ് ഈ വേദഭാഗത്തിന്റെ പ്രാരംഭം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു. പൗലോസ്ലീഹ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നു എന്ന് മാത്രമല്ല, എന്തുകൊണ്ടാണ് താൻ മുട്ടുകുത്തുന്നത്? സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ മഹത്വം കൊണ്ട് തന്റെ ഹൃദയം നിറഞ്ഞാണ്. ആ ദൈവത്തിന്റെ മഹത്വം കൊണ്ട് ഹൃദയം നിറഞ്ഞ് ഭയഭക്തിയോടെ പ്രാർത്ഥിക്കുന്ന ദൈവദാസൻ. നാമും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവമഹത്വം കൊണ്ട് നിറയണം. 96-ാം സങ്കീർത്തനത്തിലെ 8-ാമത്തെ വാക്യം, സങ്കീർത്തനം 96-8, യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവിനെ കുറിച്ച് തിരുവെഴുത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ആ ദൈവമഹത്വം വായിച്ച് ധ്യാനിച്ച് നമ്മുടെ ഹൃദയത്തിൽ നിറയണം. ഉദാഹരണമായിട്ട് അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായത്തിലെ 16-ാമത്തെ വാക്യം, 1 തിമോഥെയോസ് 6:16. അവിടുന്ന് ധന്യനായ ഏകാധിപതിയാണ്, രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം. നമ്മുടെ കർത്താവ് ധന്യനായ ഏകാധിപതിയാണ്, രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്. മാത്രമല്ല സകലത്തെയും തന്റെ വചനത്താൽ വിളിച്ചു വരുത്തിയ സൃഷ്ടാവായ ദൈവമാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലെ 3-ാമത്തെ വാക്യം, ഈ ലോകം ദൈവവചനത്താൽ ഉളവായി എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, എല്ലാറ്റിനെയും തന്റെ സകലതും വചനത്താൽ വിളിച്ചു വരുത്തിയ ദൈവത്തിന്റെ മഹത്വം. മാത്രമാണോ, വചനത്താൽ വഹിക്കുന്ന ദൈവം. അപ്പൊ ഈ വലിയവനായ ദൈവത്തിന്റെ മഹത്വം അറിഞ്ഞ് നാം ദൈവസന്നിധിയിൽ എങ്ങനെയാ ചെല്ലേണ്ടത്? സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ ദൈവത്തെ സ്തുതിക്കുക. എന്തുകൊണ്ട്? യഹോവ മഹാദൈവമല്ലോ, സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ നമ്മുടെ കർത്താവിന്റെ കയ്യിലിരിക്കുന്നു. പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ. കരയും കടലും എല്ലാം നിർമ്മിച്ച ഈ കർത്താവിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ വളരെ ഭയഭക്തിയോടെ ഈ ദൈവമഹത്വം കൊണ്ട് നിറഞ്ഞ് നാം ഭയഭക്തിയോടെ പ്രാർത്ഥിക്കണമെന്നാണ് ഈ വേദഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഭയഭക്തിയോടെ പ്രാർത്ഥിച്ചാലുള്ള ഫലം എന്താ? ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ പ്രാർത്ഥന അതിനൊരു നല്ല ദൃഷ്ടാന്തമാണ്. യേശുക്രിസ്തു ഇഹത്തിലായിരുന്നപ്പോൾ കർത്താവ് തന്റെ എബ്രായ ലേഖനം 5-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യം, എബ്രായർ 5:7, കർത്താവായ യേശുക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ രക്ഷിപ്പാൻ കഴിയുന്നതിനോട് ഉറച്ച കണ്ണുനീരോടും നിലവിളിയോടും അപേക്ഷിക്കുകയും അഭയാചന കഴിക്കുകയും
പിന്നെ ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. അപ്പോൾ അവിടെ കർത്താവായ യേശുക്രിസ്തു മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ പിതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഭയഭക്തിയോടെ, കണ്ണുനീരോടെ, ഉറച്ച നിലവിളിയോടെ അഭയാചന കഴിച്ചു, അപേക്ഷിച്ചു. അതുകൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അപ്പൊ നാം ഭയഭക്തിയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം ലഭിക്കും. തിരുവെഴുത്ത് പരിശോധിച്ചാൽ അറിയാം, ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട എല്ലാ ദൈവദാസന്മാരും ദൈവത്തിന്റെ മഹത്വം അറിഞ്ഞ് ഭയഭക്തിയോടെ പ്രാർത്ഥിച്ചവരാ. ഉദാഹരണത്തിന് ഒരു കാലഘട്ടത്തിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലെ 5-ാമത്തെ വാക്യം. നെഹമ്യാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്: ദൈവമേ, തന്നെ സ്നേഹിക്കുന്നവർക്കും തന്റെ നിയമം പാലിക്കുന്നവർക്കും നീതിയും ന്യായവും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ. ഈ ദൈവം മഹാനാണെന്ന് മാത്രമല്ല, ഭയങ്കരനായവനെന്ന് പറഞ്ഞാൽ വിശുദ്ധിയിൽ ഭയങ്കരനായ, സർവശക്തിയിൽ ഭയങ്കരനായ, സകല സമ്പത്തിന്റെയും ഉടമസ്ഥനായ, എല്ലാ അനുഗ്രഹങ്ങളുടെയും കരുണയുടെയും കൃപയുടെയും ദയയുടെയും എല്ലാം ഉറവിടമായ ഈ ദൈവത്തിന്റെ മഹത്വം കണ്ടാണ് നെഹമ്യാവ് പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ നെഹമ്യാവ് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഉപയോഗിക്കപ്പെട്ടു. അതുകൊണ്ട് പൗലോസ്ലീഹയും പറയുന്നത്, സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു. വെറുതെ മുട്ടുകുത്തുകയല്ല, ആ ദൈവത്തിന്റെ മഹത്വം ഹൃദയത്തിൽ നിറഞ്ഞ് മുഴങ്കാൽ മടക്കും. അതാണ് ഈ വേദഭാഗം ഒന്നാമതായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് എന്താ പഠിപ്പിക്കുന്നത്? ദൈവം തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നമ്മുടെ അകത്ത മനുഷ്യനെ ശക്തിപ്പെടുത്തും. അപ്പോൾ നാം ദൈവത്തിന്റെ മഹത്വം അറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയഭക്തിയോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്റെ മഹത്വത്തിന്റെ ധനത്തിനനുസരിച്ച് നമ്മളെ അനുഗ്രഹിക്കും. എത്ര മനോഹരമാണത്! ഇതുപോലൊരു സത്യം ഫിലിപ്പ് ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ഫിലിപ്പ് ലേഖനം 4:19. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം. അപ്പൊ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം നമ്മളെ അനുഗ്രഹിക്കും. നാം എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? ദൈവത്തിന്റെ മഹത്വം അറിഞ്ഞ് ഹൃദയത്തിൽ നിറഞ്ഞ് ഭയഭക്തിയോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം നമ്മളെ അനുഗ്രഹിക്കും. ഇനി മൂന്നാമതായിട്ട് എന്താണ് ഈ പ്രാർത്ഥനാ വിഷയം? അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ഈ അകത്ത മനുഷ്യൻ, ആത്മീയ മനുഷ്യന്റെ അനുഗ്രഹത്തിന് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. ഈ പുതിയ നിയമ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദൈവം ധാരാളം അനുഗ്രഹിക്കുമെന്ന് പറയുമ്പോൾ അത് ഭൗതിക അനുഗ്രഹത്തെക്കുറിച്ചല്ല പറയുന്നത്, പിന്നെ ആത്മീയ അനുഗ്രഹത്തെക്കുറിച്ചാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ. ഈ ഭൗതിക അനുഗ്രഹത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ എന്താ പറയുന്നത്? നമ്മുടെ കർത്താവ് അരുളി ചെയ്തു, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വ്യക്തി. ഒരു അപ്പോസ്തലന്മാരും അങ്ങനെ തന്നെയാ പഠിപ്പിച്ചത്. എബ്രായർ 13:5 ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവേ. ഈ ഭൗതിക ജീവിതത്തിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടത് ദൈവം തരും. എന്നാൽ ആത്മീയമായിട്ട് അങ്ങനെയല്ല, ധാരാളം അനുഗ്രഹം തരും. നമ്മുടെ അകത്ത മനുഷ്യൻ ശക്തിപ്പെടും. എങ്ങനെ ഈ അകത്ത മനുഷ്യൻ ശക്തിപ്പെടുന്നത്? അതിന്റെ വിശദീകരണം എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. എഫേസ്യർ 4:22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന മനുഷ്യനെ ഉപേക്ഷിച്ചിട്ട് ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളി. അപ്പൊ ഈ അകത്ത മനുഷ്യൻ ശക്തിപ്പെടണമെങ്കിൽ നമ്മുടെ പുറമേയുള്ള മനുഷ്യനെ നമ്മൾ ഉപേക്ഷിക്കണം. എന്തുകൊണ്ട്? ഈ മനുഷ്യൻ ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന മനുഷ്യനാണ്. സാത്താൻ വെക്കുന്ന കെണിയിൽ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതിലൊക്കെ തട്ടി വീഴുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് ഈ മനുഷ്യനെ ഉപേക്ഷിക്കണം. എങ്ങനെയാ നമ്മുടെ ഈ പുറമേയുള്ള മനുഷ്യനെ ഉപേക്ഷിക്കുന്നത്? എന്റെ കൈയും കാലും ശരീരമൊക്കെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അതിനെക്കുറിച്ച് കൊലോസ് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ഉരിഞ്ഞു കളയുക എന്നാണ്. കൊലോസ് ലേഖനം 3:9, കൊലോസ്യർ 3:9. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തിയോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായിട്ട് പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കുക. അപ്പൊ ഉരിഞ്ഞു കളയാന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാതിരിക്കുക. വസ്ത്രമൊക്കെ മുഷിയുമ്പോൾ മാറ്റുന്നത് പോലെ ഉപയോഗിക്കാതിരിക്കുക. എങ്ങനെ ഈ ശരീരത്തെ ഉപയോഗിക്കാതിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ
നമ്മുടെ ജഡത്തിന്റെ അഭിലാഷത്തെ ക്രൂശിക്കാന്ന്. ശരീരത്തെ ഒന്നും ചെയ്യണമെന്നല്ല. പിന്നെ ശരീരത്തെ എന്ത് ചെയ്യണം? ജീവനും വിശുദ്ധിയുള്ള യാഗങ്ങളായിട്ട് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരങ്ങളെ ദൈവനാമത്തിന് ഉപയോഗിക്കുക. ക്രൂശിക്കേണ്ടത് ജഡമനസ്സിന്റെ അഭിലാഷത്തെയാണ്. ക്രിസ്തുവേശുവിലുള്ളവർ ജഡത്തെ എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തെ ഒന്നും ചെയ്യുക എന്നല്ല, പിന്നെ ജഡത്തിന്റെ അഭിലാഷത്തെ മരിപ്പിച്ചിട്ട് ഈ ജഡത്തെ ദൈവനാമോഹത്തിന് വേണ്ടി ഉപയോഗിക്കുക. ശരിയാണോ ആ വിശദീകരണം? റോമാലേഖനം 6-ാം അധ്യായത്തിലെ 19-ാമത്തെ വാക്യം, റോമർ 6:19. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീന നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നത്, നിങ്ങളുടെ അവയവങ്ങളെ അനീതിക്കായിട്ട് സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള, അതായത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി സമർപ്പിപ്പേ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ നമ്മുടെ ശരീരങ്ങളെ തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചെങ്കിൽ ഇപ്പോൾ ദൈവവചനം പഠിക്കുവാൻ, ധ്യാനിക്കുവാൻ, സുവിശേഷം അറിയിക്കുവാൻ, നന്മ ചെയ്യുവാൻ അതിനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ അകത്ത മനുഷ്യൻ ശക്തിപ്പെടും. എന്താ ഈ അകത്ത മനുഷ്യന്റെ പ്രത്യേകത? 1 എഫേസ്യർ 4:24, സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. ഇനി കൊലോസ്യർ 3:9, പരിജ്ഞാനത്തിനായിട്ട് പുതുക്കം പ്രാപിക്കുന്ന മനുഷ്യൻ, സ്വർഗീയമായത് ചിന്തിക്കാൻ കഴിയുന്ന മനുഷ്യൻ, അശുദ്ധിയിൽ രസിക്കാതെ വിശുദ്ധിയിൽ മാത്രം രസിക്കുന്ന മനുഷ്യൻ, അനീതിയിൽ രസിക്കാതെ നീതിയിൽ രസിക്കുന്ന മനുഷ്യൻ, എപ്പോഴും സ്വർഗത്തിലെത്തി സ്വർഗീയകാര്യം ദർശിക്കാൻ കഴിയുന്ന ആ പരിജ്ഞാനത്തിനായിട്ട് പുതുക്കം പ്രാപിക്കുന്ന ക്രിസ്തുവിന് അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. ഈ മനുഷ്യൻ ശക്തിപ്പെടുമ്പോൾ നമ്മൾ ആത്മീയരാകും. അതാണ് മൂന്നാമതായിട്ട് പഠിപ്പിക്കുന്നത്. പിന്നെ നാലാമതായിട്ട് എന്താ ഇവിടെ പഠിപ്പിക്കുന്നത്? ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിന് വരം നൽകണം എന്ന് പറഞ്ഞാൽ എന്താ? നാം യേശു ക്രിസ്തുവിനാൽ പൂർണ്ണമായിട്ടും ഭരിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങൾ ഇങ്ങനെ ശോഭിക്കും, നിറഞ്ഞു നിൽക്കും. അതാണ് വിശ്വാസത്തോട് വിശ്വസ്തത പുലർത്തുക എന്ന് പറയുന്നത്. നമ്മളൊക്കെ കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടവരാണ്. നമ്മളെ രക്ഷിച്ച വിശ്വാസത്തോട് നാം വിശ്വസ്തത പുലർത്തണം. എന്താ നമ്മളെ രക്ഷിച്ച വിശ്വാസം? ഗലാത്യ ലേഖനം 2:20, ഗലാത്യർ 2:20, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്ന ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ എന്ന് പറഞ്ഞാൽ ഞാൻ ക്രൂശിക്കപ്പെടുന്നു, അവിടെ ക്രിസ്തു നിറഞ്ഞു നിൽക്കുന്നു, ക്രിസ്തു പറയുന്നത് പോലെ ഞാൻ ജീവിക്കുന്നു. അതൊരു വരമാണെന്ന് എഴുതിയിരിക്കുന്നത്. ഈ കൃപാവരം നമ്മൾ ജ്വലിപ്പിക്കണം. നമ്മളെ മരിപ്പിച്ചിട്ട് ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുക. ഇനി അടുത്തതായിട്ട് എന്താ എഴുതിയിരിക്കുന്നത്? 5-ാമതായിട്ട് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടുക. എന്താ സ്നേഹത്തിൽ വേരൂന്നുക എന്ന് പറഞ്ഞാൽ? ദൈവസ്നേഹത്തിൽ വേരൂന്നുക. അല്പം കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ക്രിസ്തുവിൽ വേരൂന്നുക എന്നാണ്. ഈ വേദഭാഗത്തോട് ബന്ധപ്പെടുത്തി കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിച്ചാൽ അറിയാം. കൊലോസ് 2:7, അവനിൽ വേരൂന്നുക. നമ്മുടെ ചിന്തകളും നമ്മുടെ എല്ലാ ജീവിതങ്ങളും ക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിന്മേൽ വെക്കുക. അങ്ങനെ വെക്കുമ്പോൾ ആ സ്നേഹത്തിന്റെ വീതിയും നീളവും ആഴവും ഉയരവും നമുക്ക് ഗ്രഹിക്കും. എങ്ങനെ ഗ്രഹിക്കും? സകല വിശുദ്ധന്മാരോടും ചേർന്ന് ഗ്രഹിക്കും. അതാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചെയ്യുന്നത്, അല്ലെ? പ്രാർത്ഥനയ്ക്കായിട്ട് കൂടി വരുമ്പോൾ ഓരോ ദിവസവും ദൈവദാസന്മാർ ധ്യാനിച്ചുകൊണ്ട് വരുന്നത് സകല വിശുദ്ധന്മാരോടും ചേർന്ന് പങ്കുവെക്കുക. യോഹന്നാൻ അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ, സഹോദരന്മാരെ, ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങളുടെ കൈകൊണ്ട് തൊട്ടതും ഞങ്ങൾ നോക്കിയതും സ്പർശിച്ചതും എല്ലാമായ സത്യങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. എന്തിനാ? നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മയുണ്ടാകേണ്ടതിന്. അപ്പോൾ അവനിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും ഗ്രഹിക്കുക. ഇനി 6-ാമതായിട്ട് എന്താ പറയുന്നത്? പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം അറിയുവാൻ പ്രാപ്തരാകുക. അപ്പൊ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. ഈ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ 1 അനുഭവജ്ഞാനമാണ്, 2 പരനെക്കുറിച്ചുള്ള ജ്ഞാനം. ഒന്നാമത്തത് അനുഭവജ്ഞാനം. ദീർഘവർഷങ്ങളായി കർത്താവിനെ സേവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും അനുഭവജ്ഞാനമുണ്ട്. ഉദാഹരണമായിട്ട് കർത്താവ് സുവിശേഷത്തിലേക്ക് വിളിച്ചാൽ ആ ശബ്ദം കേട്ടിറങ്ങിയാൽ കർത്താവ് പഠിപ്പിച്ച അവസരങ്ങൾ തന്ന് ചെയ്യിപ്പിക്കുമെന്ന് അനുഭവിച്ചറിഞ്ഞവരാ നമ്മൾ, ഇല്ലേ? നമ്മൾ ധാരാളം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ പിറുപിറുക്കാതെ പ്രാർത്ഥിക്കുമ്പോൾ അതിന് പരിഹാരം തരും, അല്ലെങ്കിൽ കൃപ തരും, നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. ജീവിതത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും കർത്താവ് തന്റെ മഹത്വത്തോടെ തീർത്തു തരും. അനുഭവിച്ചറിഞ്ഞവരാണ് നമ്മൾ.
അതാണ് ഒന്ന് പരിജ്ഞാനം. ഇനി രണ്ടാമതോ പരിജ്ഞാനം എന്ന് പറയുമ്പോൾ പരനെ കുറിച്ചുള്ള ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? 139 സങ്കീർത്തനത്തിലെ 1 മുതൽ 6 വരെ വാക്യങ്ങൾ വായിച്ചാൽ പെട്ടെന്ന് അതങ്ങ് മനസ്സിലാകും. ദൈവമേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എന്റെ നിരൂപണങ്ങളൊക്കെ നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു, എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എന്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു. കർത്താവേ, നീ അറിയാതൊരു വാക്കും എന്റെ നാവിന്മേലില്ല, നീ മുമ്പ് എന്നെ അടച്ച് നിന്റെ കൈ എന്റെ മേൽ വച്ചിരിക്കുന്നു. പിന്നെ എഴുതിയിരിക്കുകയാണ്, ഈ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ കർത്താവിന് എന്നെ കുറിച്ചുള്ള അറിവ്, അതുപോലെ കർത്താവിന്റെ ആ ഉന്നതമായ ആ ദൈവത്തിന്റെ ധനജ്ഞാനം, അറിവ് എന്നുള്ളത് വചനത്തിലൂടെ നാം മനസ്സിലാക്കിയ കാര്യം, പരനെ കുറിച്ചുള്ള ജ്ഞാനം. എന്നാൽ ഈ അറിവ് പരിമിതി ഉള്ളതാണെന്നാണ് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. നമ്മൾ എത്ര കാലം പഠിച്ചാലും ഈ കർത്താവിന്റെ ആ മഹത്വവും ധനവും ജ്ഞാനവും അതിന്റെ ഒരു അംശം പോലും നമ്മൾ പഠിച്ചിട്ടില്ല. ഈ ശലോമോൻ രാജാവിന്റെ അടുക്കൽ ശേബാറാണി എന്നിട്ട് ആ ശലോമോന്റെ എഴുന്നള്ളപ്പും ആ സംവിധാനം ഒക്കെ കണ്ടിട്ട് അമ്പരന്ന് പോയി. എന്നിട്ട് ശേബാറാണി ഇങ്ങനെ പറഞ്ഞു, ഞാൻ രാജ്യത്ത് വെച്ച് ശലോമോനെ കുറിച്ച് കേട്ടായിരുന്നു, ജ്ഞാനിയായ ശലോമോനെ കുറിച്ച് കേട്ടായിരുന്നു, പക്ഷേ ഞാൻ പകുതി പോലും വിശ്വസിച്ചില്ല. കാരണം ആൾക്കാർ എന്തൊക്കെയോ വെടി പറയുന്ന പോലെ എനിക്ക് തോന്നി, അത്രമാത്രമാണ് കേട്ടത്. പക്ഷെ ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോൾ, ഈ മഹത്വമൊക്കെ കണ്ടപ്പോൾ, എന്റെ ദേശത്ത് ഞാൻ അറിഞ്ഞത് ഇവിടെ ഉള്ളതിന്റെ പകുതി പോലും ഞാൻ അറിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ശേബാറാണി ജ്ഞാനിയായ ശലോമോന്റെ മഹത്വം 4 പോലും അറിഞ്ഞിരുന്നില്ല. അങ്ങനെയെങ്കിൽ ഇവിടെ ഇതാ ശലോമോനേക്കാൾ വലിയവൻ, ഈ കർത്താവിന്റെ മഹത്വം എത്ര കാലം നാം പഠിച്ചാലും 4 40 400 4000 40,000 പോലും നമ്മൾ ഗ്രഹിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം, അത് നമ്മൾ എന്ത് ചെയ്യണം? ആരാഞ്ഞന്വേഷിക്കണം. എങ്ങനെയാ? ആത്മാവിൽ ആരാഞ്ഞന്വേഷിക്കുക. ഈ പഴയ വിശുദ്ധന്മാർ തിരുവെഴുത്ത് രേഖപ്പെടുത്തുമ്പോൾ അവരിങ്ങനെ ആത്മാവിൽ ആരാഞ്ഞന്വേഷിച്ചു എന്നൊരു വാക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിലെ 10 മുതലുള്ള വാക്യങ്ങൾ. 1 പത്രോസ് 1:10 മുതൽ, സഹോദരന്മാരെ, നിങ്ങൾക്ക് വരുവാനെന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ആ രക്ഷയെ ആരാഞ്ഞന്വേഷിച്ചിരുന്നു. പിന്നെ അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ട കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമകളെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതെന്ന് ആരാഞ്ഞന്വേഷിച്ചു. പ്രിയമുള്ളവരെ, നാം ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാൽ സ്തുതികളാൽ ശിശുക്കളെ പോലെ ആരാഞ്ഞന്വേഷിക്കുമ്പോൾ, യെഹെസ്കേലിന്റെ പ്രവചനം ആ പുസ്തകം 47-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങൾ വായിച്ചാൽ അറിയാം, മുട്ടോളവുമല്ല അരയോളവുമല്ല മുങ്ങിക്കുളിക്കുന്ന ഒരു അനുഭവം. അത് ശിശുക്കളെ പോലെ ആകുമ്പോഴാണ്. നമ്മുടെ പഠനത്തിൽ വെച്ചോണ്ട് ചെയ്യരുത്. നമുക്കറിയാം, ഒരു വാക്യം എടുത്ത് 4ആയിട്ട് പോയി വിഭജിച്ച് 4 പോയിന്റ് ഉണ്ടാക്കി അതിന് ഉദാഹരണമൊക്കെ എടുത്ത് പഠിക്കാം. അതൊക്കെ പരിമിതിയുള്ള പഠനമാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയുക, ശിശുക്കളെ പോലെ ആകുക. ജ്ഞാനികൾക്ക് മറച്ചു വെച്ചിട്ട് ശിശുക്കളെ പോലെ കൊടുക്കുന്ന ആ കർത്താവിന്റെ ആത്മാവിനാൽ നിറയപ്പെടുക. അവിടെയാണ് പ്രാർത്ഥനയുടെ മനോഹരത വരുന്നത്. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം അറിയുവാനും പിന്നെ ദൈവത്തിന്റെ എല്ലാ നിറവിനോടും നിറഞ്ഞു വരിക. ഇതാണ് പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന പ്രധാന അനുഗ്രഹങ്ങൾ. ഈ അകത്ത മനുഷ്യൻ ശക്തിപ്പെടുമ്പോൾ പൗലോസ് പറഞ്ഞു, നിങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ ക്ഷയിച്ചു വരുന്നെങ്കിലും അകമേയുള്ളവൻ, പരിജ്ഞാനത്തിനായിട്ട് പുതുക്കം പ്രാപിക്കുന്ന മനുഷ്യൻ, ദൈവാനുമായി സൃഷ്ടിക്കപ്പെടുന്ന മനുഷ്യൻ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കപ്പെടുന്ന മനുഷ്യൻ മേൽക്കുമേൽ വർദ്ധിച്ചു വരും. അപ്പോൾ കഷ്ടതയോ പട്ടിണിയോ ആപത്തോ വാളോ നഗ്നതയോ ജീവനോ മരണമോ ഉയരമോ താഴ്ചയോ ഈ കൊറോണ വൈറസിന്റെ ആഘാതങ്ങളോ ഒന്നും നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തില്ല. ആ വിധത്തിൽ അകത്ത മനുഷ്യ ശക്തിപ്പെട്ട് നമുക്ക് പ്രാർത്ഥനയിൽ പോരാടാം. നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ ഒക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെയും കർത്താവിന്റെ വചനം ധ്യാനിക്കാം, ബലപ്പെടാം, സകല വിശുദ്ധന്മാരുടെയും ചേർന്ന് കൂട്ടായ്മ ആചരിക്കാം, സ്നേഹത്തിൽ വർദ്ധിച്ചു വരാം. അതിന് കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ ദൈവവചനം നമുക്ക് തന്റെ ദാസനിൽ കൂടി ഇന്നും കേൾക്കുവാൻ തക്കണം കർത്താവ് സഹായിച്ചു. നാം ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നാം അറിഞ്ഞുകൊണ്ട് വേണം അവന്റെ സന്നിധിയിൽ നമ്മുടെ മുട്ടുകളെ മടക്കുവാനായിട്ട്. അത്ര ഉന്നതനായ ദൈവത്തിന്റെ സന്നിധിയിലാണ്
നമുക്ക് കടന്നിടുവാനുള്ള വലിയ സ്വാതന്ത്ര്യം, അവകാശം തൻ്റെ പുത്രനിൽ കൂടി നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുവാനും വിളിച്ചപേക്ഷിക്കുവാനും ഒക്കെയും ദൈവം നമുക്ക് തന്ന വലിയേറിയ പദവിയാണ്. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വിശേഷ ദൈവസന്നിധിയിൽ ആ നിലയിൽ കടന്നു വരുമ്പോൾ നമുക്ക് ദൈവമക്കൾ എന്നുള്ള നിലയിൽ ലഭിച്ചതായ പദവികളെയും നമുക്ക് ആത്മീയമായ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം ഓർത്തതുപോലെ നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നാം കൂടുതൽ ബലപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. ആ നിലയിൽ അനുഗ്രഹീതമായ ഒരു ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരമരുളുകയും ചെയ്യും എന്നുള്ളത് വളരെ അനുഗ്രഹീതമായ ഒരു സത്യമാണ്. ആ നിലയിൽ ഇന്ന് പകൽക്കാലവും നമുക്ക് ദൈവവചനം ശ്രവിപ്പാൻ കൊണ്ട് ഇടയായതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്തൃദാസനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.